ഹായ് ഓൾ, വെൽക്കം ടു സൈലം. നമ്മൾ നോൺ വെർബൽ റീസണിങ് എടുത്തു കഴിഞ്ഞാൽ അല്ലെ, ക്യൂബ്സ് ആൻഡ് ഡൈസ് എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SSC എക്സാംസ് എടുത്താലും ശരി, റെയിൽവേ എക്സാംസ് എടുത്താലും ശരി, ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്യൂബ്സ് ആൻഡ് ഡൈസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിന്ന് SSC CGL 2024 ചോദിച്ച ഡൈസ് എന്നൊരു ചോദ്യമുണ്ട്. സോ ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നോക്കിയാലോ. റൈറ്റ്. So 6 letters M, N, O, P, Q and R are written on different faces of a dice. Alright. 2 positions of this dice are shown in the figure below. Find the letter on the face opposite to O എന്നാണ് ചോദ്യം. അതായത് O എന്ന് പറയുന്ന ലെറ്ററിന്റെ ഓപ്പോസിറ്റ് ഏത് ലെറ്റർ വരിക എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന രണ്ട് ഡൈസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഒരേ ഡൈസിന്റെ രണ്ട് ഡിഫറെന്റ് പൊസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും O എന്ന് പറയുന്ന ലെറ്റർ ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ട്രിക്ക് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? കോമൺ ആയിട്ടുള്ള ഫേസിന് ഓപ്പോസിറ്റ് ആരായിരിക്കും? അവിടെ ഇല്ലാത്ത ലെറ്റർ ആയിരിക്കും. വെരി സിമ്പിൾ തിങ്. ഓർ എൽസ് നമുക്കൊരു കാര്യം അറിയാം, അതായത് അടുത്തടുത്ത് ഇരിക്കുന്ന ഫേസസ് ഒരിക്കലും എന്താവില്ല, ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. സിമിലർലി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഫേസസ് ഒരിക്കലും നമുക്ക് അടുത്തടുത്ത് കാണാനും സാധിക്കില്ല. എന്ന് പറയുമ്പോൾ നമുക്കറിയാം എമ്മും എന്നും ഓയിന് അടുത്താണ്, വിച്ച് മീൻസ് ഒരു കാരണവശാലും എം നമ്മുടെ ആൻസർ ആവുന്നില്ല. അതുപോലെ തന്നെ പിയും ക്യൂവും ഓയിന് അടുത്താണ്. സോ ഒരു കാരണവശാലും പിയും ക്യൂവും നമുക്ക് ആൻസർ ആവില്ല. സോ ദ ആൻസർ വിൽ ബി വാട്ട്? ഓപ്ഷൻ എ, ആർ ആണ്. അതെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഒരു ഫേസ് മാത്രം കോമൺ ആയിട്ട് വരുന്ന സിറ്റുവേഷനിൽ ആ ഫേസിന് ഓപ്പോസിറ്റ് ആരായിരിക്കും? അവിടെ ഇല്ലാത്ത, അവിടെ കാണാത്ത ലെറ്റർ ആയിരിക്കും. സോ എങ്ങനെ നോക്കുമ്പോഴും ഓപ്ഷൻ എ, ആർ തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിലും നമുക്ക് വളരെ ക്ലാരിറ്റി ഉള്ള, വളരെ എളുപ്പത്തിൽ ചോദ്യങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ട്രിക്കുകൾ ധാരാളം ഉണ്ട് അല്ലേ. അതിപ്പോൾ മാത്സ് ആയാലും ശരി, റീസണിങ് ആയാലും ശരി, ഓർ ഇഫ് യു ടേക്ക് എനി ടോപ്പിക്, നമുക്ക് എല്ലാത്തിനും അങ്ങനെ കൃത്യമായിട്ടുള്ള അപ്രോച്ചുകളും ട്രിക്കുകളും ഉണ്ട്. സോ ഈ ട്രിക്കുകളെല്ലാം നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു പെയ്ഡ് ബാച്ചിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാച്ചാണോ ആവശ്യം അത് കൃത്യമായിട്ട് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അല്ലെ, ഏത് ബാച്ചാണോ ജോയിൻ ചെയ്യേണ്ടത് അതിലോട്ട് ജോയിൻ ചെയ്യുക. നമുക്കിനി ലൈവ് ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു സോ മച്ച്.